കേരളം, കർണാടക, ഉത്തർപ്രദേശ്, അസം എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷന്റെ ദൃശ്യങ്ങളാണ് കോബ്ര പോസ്റ്റ് പുറത്തുവിട്ടത്. കേരളത്തിൽ മുസ്ലിം യുവാക്കളെ വിവാഹം കഴിച്ച പെൺകുട്ടികളെ പിന്തിരിപ്പിക്കാൻ എറണാകുളത്തെ ഹിന്ദു ഹെൽപ്പ് ലൈൻ സെന്ററിലാണ് എത്തിക്കുന്നത്. കൌൺസിലിംഗിന് പുറമെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്നും ഹിന്ദു യൂണിറ്റി ഫോറം കേരള തലവൻ രവീഷ് തന്ത്രി പറയുന്നു. It may be as your daughter, as your sister, or your wife, or your mothers. So careful yourself. We have to create a true fear in the society. പിന്തിരിയാത്ത പെൺകുട്ടികൾക്ക് താൽക്കാലിക മയക്കുമരുന്നുകളും നൽകും. എറണാകുളത്ത് പരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഹിന്ദു ഹെൽപ്പ് ലൈൻ നടത്തുന്നത്. ലവ് ജിഹാദ് പ്രചാരണത്തിലൂടെ കേരളത്തിൽ ഭയവും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് സെന്റർ പ്രവർത്തകൻ സിജിത് വെളിപ്പെടുത്തുന്നു. ഉത്തർപ്രദേശിലെ മുസഫർ നഗർ കലാപം ആളിക്കത്തിക്കാൻ ലവ് ജിഹാദിനെ കൂട്ടുപിടിച്ചെന്ന് കേന്ദ്രമന്ത്രി സഞ്ജീവ് ബല്യാന വെളിപ്പെടുത്തുന്നു. മിശ്രവിവാഹം നടത്തിയവരെ ഭീഷണിപ്പെടുത്തുക, പെൺകുട്ടി പ്രായപൂർത്തിയായില്ലെന്ന് വ്യാജരേഖയുണ്ടാക്കുക, തട്ടിക്കൊണ്ടുപോയെന്നും ബലാത്സംഗം ചെയ്തു എന്നും കള്ളസാക്ഷി പറയാൻ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുക, ജഡ്ജിമാരെയും പോലീസുകാരെയും സ്വാധീനിക്കുക എന്നിങ്ങനെ സംഘടിതമായ പ്രവർത്തനങ്ങൾ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ നടത്തിയെന്നും വിവിധ സംഘപരിവാർ നേതാക്കൾ വെളിപ്പെടുത്തുന്നുണ്ട്. മീഡിയ 1, ഡൽഹി.